കൃഷ്ണ ഗുരുവായൂരപ്പ. അപ്പോൾ ഞാൻ എൻ്റെ ഭഗവാനെ ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് കരുതി. ഒരുപാട് കാലത്തിൻ്റെ കാത്തിരിപ്പിന് ശേഷമാണ് എനിക്ക് ഭഗവാനെ ഇങ്ങനെ ഒരു രൂപത്തിൽ കിട്ടുന്നത്. ഞാൻ അത്രയും ആഗ്രഹിച്ചിരുന്നു. ഭഗവാന്റെ ഒരു സഹായം കൂടി ഇതിലുള്ളത് കൊണ്ടാണ് എനിക്കതിൽ സന്തോഷം വന്നത്. എനിക്കിങ്ങനെ ഒരു ഭഗവാനെ വേണമെന്ന് പറഞ്ഞ് കുറച്ച് കാലമായി കാത്തിരിക്കുന്നു. അപ്പോൾ ഏട്ടനത് സാധിച്ചു തന്നു. അതുകൊണ്ട് തന്നെ ഞാനിതുപോലെ ഭഗവാനെ ഉണ്ടമാല കെട്ടി സമർപ്പിക്കാറുണ്ട്. വ്യാഴാഴ്ച ദിവസങ്ങളിലാണ് കൂടുതൽ സമർപ്പിക്കാറുള്ളത്. എൻ്റെ ഭഗവാനെ എങ്ങനെയാണ് ഒരുങ്ങിയ രസം ഉണ്ടാവുക, ഏത് രീതിയിലാണ് കൂടുതൽ ഭഗവാന് ഭംഗി തോന്നുക എന്നുള്ളത് ഞാൻ മനസ്സിലൊരു സങ്കല്പം വയ്ക്കും. തലേന്നേ അതിനുള്ള തയ്യാറെടുപ്പെടുക്കും. പിന്നെ പിറ്റേന്ന് രാവിലെ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ പൂജ റൂം കയറിയതിന് ശേഷമാണ് ഈ മാല ഭഗവാന് ചാർത്തി കൊടുക്കുക. അതീവ സൗന്ദര്യവനായി നിൽക്കുന്ന ഭഗവാനെ കണ്ട് പിന്നെ നമുക്ക് കൈ കൂപ്പിപ്പോവും. അത്രയും ഭംഗിയാണ്. കണ്ണിന്ന് ഇങ്ങോട്ട് നോട്ടെടുക്കാൻ കഴിയില്ല. അത്രക്കും ഭംഗിയിൽ ഭഗവാൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. നമ്മളോട് എന്തൊക്കെയോ സംസാരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. അടുത്തുനിന്ന് ഇങ്ങോട്ട് എണീറ്റ് പോകാനേ തോന്നില്ല. അത്രയ്ക്കൊരു പ്രത്യേക ഒരു സൗന്ദര്യം തോന്നും. പിന്നെ ഞാൻ തുളസിമാല കെട്ടി കൊടുക്കാറുണ്ട്. പിന്നെ മുല്ലമാല, ഇതെല്ലാം ഞാൻ ഭഗവാന് ചാർത്താറുണ്ട്. വിശേഷപ്പെട്ട ദിവസങ്ങളിലാണ് മുല്ലമാല കൂടുതൽ, ഒരു മാലയും കൂടെ ഞാൻ ചാർത്തും. എക്സ്ട്രാ 2 മാല കൊടുക്കും കണ്ണിന്, ഭംഗി കൂടിക്കോട്ടെ എന്ന് ഓർത്തിട്ട്. അതൊക്കെ എടുത്ത് വരുമ്പോൾ നല്ലൊരു സുന്ദര കുട്ടപ്പനായിട്ട് മാറും. എനിക്കെപ്പോൾ തോന്നും ഭഗവാന്റെ അടുത്ത് കുറച്ച് നേരം കൂടി ഇരിക്കണം എന്ന്. അപ്പോൾ ചിലപ്പോൾ ഇല്ലാത്ത പണികളുണ്ടാവില്ല, എന്നാലും കുറച്ച് നേരം ഇരിക്കും. അപ്പോൾ എൻ്റെ ചെറിയ മോളും വരും, അവളും ഇരിക്കും. അവളും എന്തൊക്കെയോ ഇങ്ങനെ സംസാരിക്കുന്നതാണ് ഭഗവാനോട്. അവൾക്കും ഇതുപോലെ തന്നെയാണ്, ഭയങ്കര ഇഷ്ടമാണ്. കണ്ണനോട് വല്ലാത്തൊരു ഓമനത്വം അവളും കാണിക്കാറുണ്ട്. അവളുടെ സംസാരത്തിലൊക്കെ കണ്ണനെക്കുറിച്ച് തന്നെയാണ് ഏതു നേരം. അതുകൊണ്ട് തന്നെ എനിക്കും കണ്ണനോട് ഇങ്ങനെ തന്നെയാണ്. ഒരു കുട്ടിയോട് എങ്ങനെയാണോ സംസാരിക്കുന്നത് പോലെ അതുപോലെയൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ തോന്നും. അത്രയ്ക്കും ഒരു പ്രത്യേക ഒരു സൗന്ദര്യമാണ് കണ്ണനെ കണ്ടാൽ. എനിക്കത് പറയാൻ കഴിയില്ല, അത്രയ്ക്കും ആണ്. പിന്നെ നമുക്ക് നിവേദ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സോ ഒക്കെ ഭഗവാന് സമർപ്പിച്ച് കൊടുക്കുക. അതൊക്കെ ഒരു നമ്മുടെ സന്തോഷം ത്തിനനുസരിച്ചിട്ടാണ്. കാരണം നമ്മുടെ വീട്ടിൽ ഇനിയിപ്പോൾ ഉള്ളത് എന്താണെങ്കിലും അതിലൊരു പങ്ക് ഭഗവാന് കൊടുത്താൽ അതൊരു സന്തോഷം തന്നെയല്ലേ. കാരണം ആദ്യം ഭഗവാന് കൊടുക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം വേറെ എന്തിനാ അല്ലേ. അപ്പോൾ എന്തിൻ്റെ ഒരു പകുതി ഞാൻ ഭഗവാന് കൊടുക്കും. ഇനിയിപ്പോൾ ഒരു പായസം ആണെങ്കിൽ ഒരു ഗ്ലാസ് പായസം ഭഗവാനെ ഞാൻ അർപ്പിച്ചു കൊടുക്കും. അതെൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം നമുക്ക് ഒരു മനസ്സിനൊരു സന്തോഷം, അതൊക്കെ ഈശ്വരയിലേക്ക് എത്തിപ്പെടാനുള്ള ഓരോ വഴികളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇങ്ങനെ പൂജ ചെയ്യാനും ഭഗവാനെ നിവേദ്യം സമർപ്പിക്കാനൊക്കെ എനിക്ക് ആദ്യം ആഗ്രഹമുള്ള ഒരാളായതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനാണ് കൂടുതൽ ആഗ്രഹം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വഴി സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു മനസ്സാണ് എപ്പോഴും ഉണ്ടാവാറുള്ളത്. അധികം വിഷമങ്ങളൊക്കെ വരികയാണെങ്കിലും ഭഗവാന്റെ നാമം ചൊല്ലുമ്പോൾ അത് മാറിക്കിട്ടും.